നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു വാർത്ത പുറത്തു വരുന്നു. വളരെ വേദനയോടുകൂടിയുള്ള വാർത്തയാണ്. ഏക മകന്റെ മരണത്തെ തുടർന്നുണ്ടായ കടുത്ത മനോവിഷമത്തിൽ ദമ്പതികൾ ജീവനൊടുക്കി. വൈപ്പിൻ ഞാറയ്ക്കൽ പഞ്ചായത്ത് 4-ാം വാർഡിൽ ആശുപത്രിക്ക് വടക്കുവശത്തുള്ള കളത്തിപ്പറമ്പിൽ സജീദ് എന്ന 70 വയസ്സുകാരനും ഭാര്യ സബിത എന്ന 60 വയസ്സുകാരിയുമാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്ന് രാവിലെ 9 മണിയോടെ വീട്ടിലെത്തണമെന്ന് സജീവ സഹോദരനെ ഫോണിൽ വിളിച്ച് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പിന്നീട് സഹോദരൻ തിരികെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും പ്രതികരണം ഉണ്ടായില്ല. തുടർന്ന് അയൽവാസിയെ വിവരമറിയിച്ചു. ഇയാൾ വീട്ടിലെത്തി നോക്കിയപ്പോഴാണ് മുൻവാതിൽ തുറന്ന നിലയിൽ ദമ്പതികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. നേരത്തെ വിദേശത്തായിരുന്ന സഞ്ജീവ് നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം മഞ്ഞക്കാട് പ്രദേശത്ത് മറൈൻ വർക്ക്ഷോപ്പ് നടത്തി വരികയായിരുന്നു. നിയമവകുപ്പിൽ ഉദ്യോഗസ്ഥരായിരുന്ന സബിത ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് വിരമിച്ചത്. ഇവരുടെ ഏക മകൻ സിൻജോയ് ഏതാനും വർഷം മുൻപ് അസുഖം ബാധിച്ച് മരിച്ചിരുന്നു. മകന്റെ വേർപാടിന് ശേഷം ഇരുവരും കടുത്ത വിഷാദത്തിലായിരുന്നു എന്ന് ബന്ധുക്കൾ പറയുന്നു. ഒരു വർഷം മുൻപ് കൈയിലെ ഞരമ്പ് മുറിച്ച് ഇരുവരും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. അന്ന് നീണ്ട നാളത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് ഇവർ ജീവിതത്തിലേക്ക് തിരിച്ച് എത്തിയത്. മുൻപത്തെ ആത്മഹത്യാ ശ്രമത്തിന് ശേഷം സഹോദരൻ ദിവസവും സജീവിനെ വിളിച്ച് വിവരങ്ങൾ അന്വേഷിക്കാറുണ്ടായിരുന്നു. സംഭവത്തിൽ ഞാറയ്ക്കൽ പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ഇത് ശരിക്കും അവർ ഇത്തരത്തിൽ മരണപ്പെട്ടതാണോ അതോ മറ്റെന്തെങ്കിലും ദുരൂഹത ഇതിന് പിന്നിലുണ്ടോ എന്ന് പോലീസ് വ്യക്തമായി അന്വേഷിക്കുന്നുണ്ട്. കാരണം പ്രത്യേകിച്ചും ഇവർക്ക് ഇത്തരം ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് തന്നെ അവരെ വകവരുത്തി അവരുടെ സ്വത്തുക്കൾ സമ്പാദിക്കാനും തട്ടിയെടുക്കാനാണ് ശ്രമമെങ്കിൽ ഒരുപക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ബാക്ക്ഗ്രൗണ്ട് കൂടി ചെക്ക് ചെയ്യുമ്പോൾ അവർ ആത്മഹത്യ ചെയ്തതാണ് എന്ന് വിശ്വസിക്കാൻ എളുപ്പമുണ്ടാകും. പ്രത്യേകിച്ചും ഈ സർക്കാർ ഉദ്യോഗസ്ഥ കൂടി ആയതുകൊണ്ട് തന്നെ സാമ്പത്തികപരമായി അത്യാവശ്യം നല്ല രീതിയിലുള്ള പണവും സ്വത്തും ഒക്കെ തന്നെ ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ വകവരുത്തിയതാണോ എന്നടക്കമുള്ള സംശയവും നിലനിൽക്കുന്നുണ്ട്. ഏതായാലും പോലീസ് കൃത്യമായി തന്നെ അന്വേഷിച്ചു വരികയാണ്.